പ്രേസിലും ഇവിടെ വന്നിരിക്കുന്ന ദേവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും മുമ്പിൽ ദൈവത്തിന് സാക്ഷ്യം കേൾപ്പാൻ കർത്താവ് ഒരുക്കിയ ഒരു അവസരത്തിന് മുമ്പ് ഞാൻ ഇത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജിൻസി എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ജോബിൻ. ഞങ്ങൾക്കൊരു മകളുണ്ട് ജസ. ഞങ്ങളിവിടെ ഹോസ്പിറ്റൽ കുടുംബമായിരിക്കുന്നു. ഒരുപാട് സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. എങ്കിലും സമയത്തിൻ്റെ അഭ്യർത്ഥന മൂലം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രഗ്നൻസി ആയ നാൾ മുതൽ ശത്രു എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വിധം പലതരത്തിൽ പോരാടിക്കൊണ്ടേയിരുന്നു. എൻ്റെ 7-ാം മാസം ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റ് 21 എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു നോർത്താംപ്ടണിൽ വെച്ച്. അതിൻ്റെ പിറ്റേ ദിവസം 22 ഞാൻ ഇവിടേക്ക് കടന്നു വന്നു. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. ഒരു 5 മിനിറ്റ് വാക്കിങ്ങിനുള്ളതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ നടന്നാണ് അവിടെ ചെന്നത് എൻ്റെ ആൻറ്റിനേറ്റൽ ചെക്കപ്പിന് വേണ്ടി. അപ്പോൾ എൻ്റെ BP യും എല്ലാ റെസ്പിറേഷനും എല്ലാവരും ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ BP ഒക്കെ വളരെ ലോ ആയിരുന്നു. എൻ്റെ റെസ്പിറേഷൻ ആണെങ്കിൽ വളരെ ഹൈ റേറ്റ് ആയിരുന്നു. അപ്പം എന്നെ നോക്കിക്കൊണ്ടിരുന്ന മിഡ്വൈഫ് പറഞ്ഞു, ജിൻസി അവർ കുറേ പ്രാവശ്യം ചെക്ക് ചെയ്തു, റീചെക്ക് ചെയ്തു, എന്നിട്ടൊന്നും എൻ്റെ ആ ഒരു സ്കോർ മാറുന്നില്ലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ജിൻസി ഞങ്ങൾ തന്നെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലാണ്, ഞങ്ങളുടെ ഹോസ്പിറ്റൽ QA ഹോസ്പിറ്റലാണ്, അവിടേക്ക് റെഫർ ചെയ്തു, തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ QA ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം അവിടെ നിന്ന് എക്സ്റേ ഒക്കെ എടുത്തപ്പം എനിക്ക് ചെസ്റ്റിന് എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവർ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്തു, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എൻ്റെ ഓക്സിജൻ്റെ ലെവൽ ഒരുപാട് കുറഞ്ഞുകൊണ്ടിരുന്നു. ഓൾറെഡി ഞാൻ ഓക്സിജനിലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ഓക്സിജൻ്റെ ലെവൽ നന്നായി താഴ്ന്നു പോയി. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ടുന്ന ഓക്സിജൻ്റെ ലെവൽ 95 to 100 ആണ്. എൻ്റെ ഓക്സിജൻ ലെവൽ എനിക്ക് തോന്നുന്നു 85, അതിലൊക്കെ താഴോട്ട് 80 വരെ എത്തി. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് എല്ലാം വന്നു. എന്നെ ഞാൻ മെറ്റർണിറ്റി വാർഡിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നത്. പെട്ടെന്ന് തന്നെ അവർ ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് റെഫർ ചെയ്ത സമയത്ത് അവർ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്ലൂറൽ എഫ്യൂഷൻ ആണെന്നോ എനിക്കറിയില്ല, എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാമെന്നോ. അതായത് ലൈൻസിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എടുക്കാം, ആൻറ്റിബയോട്ടിക്സ് എടുത്തത് മാറുവാണെങ്കിൽ അത് മാറട്ടെ, അല്ലെങ്കിൽ അത് നമുക്ക് ഡ്രെയിൻ ചെയ്തത് കുത്തിക്കളയാമെന്ന് പറഞ്ഞു. അറൗണ്ട് ഒരു 1.5 സെൻറ്റിമീറ്ററോളം ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പം ആൻറ്റിബയോട്ടിക്സ് എടുത്ത് അങ്ങനെ മാറുന്നെങ്കിൽ മാറട്ടെ, ഭയങ്കര റിസ്ക്കാണ് ആ ഒരു പ്രൊസീജിയർ. ഒരു പ്രഗ്നൻസി ടൈമിൽ ചെയ്തിരുന്നത്. ഞാൻ 7-ാം മാസമായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഓക്സിജൻ്റെ ലെവൽ ഒരുപാട് കുറഞ്ഞു പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ റെസ്പിറേറ്ററി ഹൈക്കറിലോട്ട് മാറ്റി. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ ചർച്ചിലായിരുന്ന ഒരു 2 പേരൊക്കെ അവരൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒത്തിരി ഞാൻ ആ ഒരു പ്രൊസീജിയറിൻ്റെ സമയത്ത് ഞാൻ ഒറ്റ കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ കർത്താവ് അനുഭവിച്ചു ഒരു വേദനയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ദൈവമേ, ഈ വേദനയും എനിക്ക് താങ്ങാനാവുന്നതിലായിരിക്കരുത്, അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ കൺസെൻറ്റ് അവർ വാങ്ങി. കൺസെൻറ്റ് വാങ്ങിയിട്ട് അവർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കുത്താൻ പോകുന്നതിന് തൊട്ട് മുൻപ് അവർ പിന്നെയും ഫ്ലൂയിഡിൻ്റെ ലെവൽ അവർക്ക് സൈറ്റ് കണ്ടുപിടിക്കണമായിരുന്നു, എവിടെയാണ് കുത്തേണ്ടതെന്നുള്ളത് നോക്കിയപ്പം അവർ അതിന് മുമ്പ് എൻ്റെ ഫ്ലൂയിഡ് ലെവൽ, എൻ്റെ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞ സമയത്തേക്ക് എൻ്റെ ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്തിരുന്നു. അത് അറൗണ്ട് 7 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തത് കളയണമെന്ന് അപ്പോൾ തന്നെ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കുത്തിയ സമയത്ത് എൻ്റെ 7 സെൻറ്റിമീറ്റർ എന്നുള്ള ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞ് 3 സെൻറ്റിമീറ്റർ ആയി. എനിക്ക് ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മറ്റൊന്നുമല്ല, അബ്രഹാം ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി മോറിയ മലയിലേക്ക് ചെന്നു. കത്തിയെടുത്ത് കുത്തുവാൻ തുടങ്ങുന്ന തൊട്ട് മുമ്പായിരുന്നു ദൈവം അരുളി ചെയ്തത്, ബാലൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന്. അതേ ഒരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് സംഭവിച്ചത്. അവരെന്നെ ആ ഒരു സൈറ്റിൽ കൊണ്ടുവന്ന് അവർ കീറാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ആ ഒരു 3 സെൻറ്റിമീറ്റർ ഇത് ചെയ്യേണ്ട, നമുക്ക് ആൻറ്റിബയോട്ടിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ നവംബർ 7-ാം തീയതി ഞങ്ങളുടെ ഈ ഹോമിലേക്ക് വന്നു. അവരുടെ പേര് ജസ എന്നാണ്. ആദ്യത്തെ 2 ദിവസവും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഡെലിവറിക്ക് ശേഷം
പിന്നീട് എനിക്ക് ഒരാളുടെ സഹായമില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എനിക്ക് ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയാതെയായി, എനിക്ക് ബാത്റൂമിൽ പോകാൻ കഴിയാതെയായി. അങ്ങനെ ഒത്തിരി അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു ദിവസം ഡിസംബർ 5-നായിരുന്നു തോന്നുന്നു. ഡിസംബർ 5-നാണ് എന്നെ നോക്കിയതെല്ലാം എൻ്റെ മദറിലോയാണ്. അപ്പോൾ എന്നെ വളരെയധികം ഒരു മരുമകൾ എന്നതിലുപരിയായി മകളെന്ന രീതിയിൽ നന്നായിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്തു. ആ ഒരു ദിവസം 5-ാം തീയതി കുഞ്ഞിന് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. എൻ്റെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. എനിക്ക് തന്നെ അറിയാമായിരുന്നു എൻ്റെ കണ്ടീഷൻസ് ഡേ ബൈ ഡേ വേഴ്സായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കൊരു ബോധമുണ്ടായിരുന്നു. ദിവസവും ഞങ്ങൾ GP-യിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഓരോ അപ്പോയിൻമെൻറ്റ്സിനും പോയി ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. ഡോക്ടേഴ്സിന് ആർക്കും എൻ്റെ രോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവർ ഒരു ദിവസം ഒരു കണ്ടീഷൻ ഇതാണെന്ന് പറഞ്ഞു മെഡിസിൻ തന്നു വിടും. 2 മാസം കഴിയുമ്പോൾ മാറും, 1 വീക്ക് കഴിയുമ്പോൾ മാറും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ എൻ്റെ കണ്ടീഷൻ വേഴ്സായി പോയിക്കൊണ്ടിരുന്നതല്ലാതെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. ഡിസംബർ 5-ാം തീയതി എൻ്റെ മദറിലോ എൻ്റെ കുഞ്ഞുമായിട്ട് അപ്പോയിൻമെൻറ്റിന് കടന്നുപോയി. ഞാൻ ആ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസംബർ 31 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുമായിട്ട് എൻ്റെ ന്യൂ ഇയർ സർവീസിന് എൻ്റെ സഭയിൽ എൻ്റെ ദൈവമക്കളോടൊപ്പം എനിക്ക് ആരാധനയ്ക്ക് കൂടണമെന്നൊരു ദൃഢനിശ്ചയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കർത്താവിനോട് ആ നിമിഷം ഞാൻ കിടക്കിൽ കിടന്ന് നിലവിളിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഒരുപാട് നിലവിളിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എനിക്ക് എഴുന്നേറ്റ് മതിയാകും, ഈ അവസ്ഥയിൽ തന്നെ മാറ്റി മതിയാകും. ഞാൻ കർത്താവിനോട് നിലവിളിച്ചു. ഡിസംബർ 6-ാം തീയതി ഞാൻ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ വളരെ പാടുപെട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് നടക്കാൻ ഒരിക്കലും പറ്റാത്തത് ഞാൻ ബാത്റൂമിൽ ചെന്നപ്പോൾ അവിടുന്ന് താഴെ വീണു. പിന്നീട് ഞങ്ങളുടെ സഭയിൽ തന്നെ ഒരു സഹോദരൻ വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നെ വെളിയിൽ കൊണ്ടുവന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അവരെല്ലാവരും പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ശരിയാകത്തില്ല, നീ നാട്ടിൽ പോ, കുഞ്ഞിനെ മമ്മി നോക്കിക്കോളൂന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ വിട്ട് എനിക്ക് നാട്ടിലേക്ക് കടന്നു പോകാൻ വളരെ പ്രയാസമായിരുന്നു. എങ്കിൽ കൂടി എല്ലാവരും നിർബന്ധവും എൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയത് കാരണം പോകാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ വന്ന സമയത്ത് കാർഡിൻ്റെ നമ്പർ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം. നിർമ്മലായിരുന്നു കാർഡിൻ്റെ നമ്പർ അടിച്ചത്. 2 ടൈംസ് അടിച്ചപ്പോഴും ഇൻവാലിഡ് എന്നാണ് കാണിച്ചത്. പക്ഷേ ആ നമ്പർ കറക്റ്റ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് ഇൻവാലിഡ് എന്ന് കാണിച്ചത് കാരണം ഞങ്ങൾ 1 മിനിറ്റ് പോസ് ചെയ്തു. ആ സമയത്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവദാസൻ പാസ്റ്റങ്ങൾ കടന്നു വന്നത്. പാസ്റ്റങ്ങൾ ഇങ്ങനെ എല്ലാവരും തീരുമാനിച്ചു, ഓക്കെ നാട്ടിൽ പോകാം എന്ന് പറഞ്ഞ സമയത്ത് പാസ്റ്റങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഷെയ്ഡിനോട് പറഞ്ഞു, ജിൻസി നിനക്ക് ശരിക്കും നാട്ടിൽ പോകണമെന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിലോട്ട് എൻ്റെ കുഞ്ഞിനെ വിട്ടു പോകണമെന്ന് എനിക്ക് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. പാസ്റ്റങ്ങൾ പറഞ്ഞു, ഒരിക്കലും വിഷമിക്കേണ്ട, അതിൻ്റെ കണ്ടീഷനിൽ മാറ്റമുണ്ടാകും, ഇവിടെ കിട്ടാത്ത ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എമർജൻസിയിൽ വിളിച്ചു. എമർജൻസി വിളിച്ച സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ വന്നു പറഞ്ഞു MRI എടുക്കണം. അപ്പം ഞാൻ കടന്നു ചെന്നത് ഒരു വൈകുന്നേരമാണെങ്കിലും ഡോക്ടർ എന്നെ കാണാൻ വന്നത് ഒരു അറൗണ്ട് 8 o'clock 9 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി MRI ചെയ്യാൻ ഇപ്പോൾ ഇനി പറ്റത്തില്ല, നാളെ രാവിലെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കണ്ടീഷൻ അവരോട് ഒരുപാട് വിവരിച്ചു. എനിക്ക് പറ്റത്തില്ല, ഞാൻ നടന്നു വന്നുകൊണ്ടിരുന്നാണ്, ഇപ്പോൾ ഞാൻ ബെഡ്റിഡനായി, എനിക്കിത് കൂടുതൽ പറ്റത്തില്ല, നിങ്ങളിത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇന്ന് എന്തായാലും നടക്കത്തില്ല, നാളെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് തന്നെ MRI തരാമെന്ന് എന്നോട് പറഞ്ഞു. അതിൻ്റെ പിന്നീടായിട്ട് മറ്റൊരാൾ വന്ന് എൻ്റെ MRI കൺസൾട്ട് വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഓക്കെ എൻ്റെ അത്രയും കണ്ടീഷൻ കണ്ടിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞായിരിക്കും. പിന്നീട് ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു MRI ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പോലും അതിശയിച്ചു പോയി. ശരിക്കും ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയത്തില്ല. MRI എടുക്കാൻ വേണ്ടി കടന്നു ചെന്ന സമയത്ത് എൻ്റെ അപ്പർ ബോഡിയിൽ ബാക്കിൽ ഒരു ചെറിയൊരു ലംബ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇത് ഡോക്ടറെ കാണിച്ച സമയത്ത് അവർക്കത് എന്താണെന്ന് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ കൂടിയും അവർ എക്സ്റേയും സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു അത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അധികം ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം
ചെയ്യാനാണെന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ MRI കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി എന്നോട് ചോദിച്ചത്, നിനക്ക് ഇന്നൊരു ആക്സിഡൻറ്റ് പറ്റിയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോൾ ആയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം എൻ്റെ MRI കണ്ട് അത് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് അപ്പം തന്നെ എന്നോട് പറഞ്ഞു, ജിൻസി നിനക്ക് ഒരിക്കലും മൂവ് ആകാൻ പറ്റത്തില്ല, നിനക്ക് സ്ട്രിക്റ്റ് ബെഡ് റെസ്റ്റാണ് വേണ്ടത്, തിരിയാനോ മറിയാനോ ഒന്നും പറ്റത്തില്ല, നിൻ്റെ സ്പൈനൽ കോഡ് കൊളാപ്സ് ആയിപ്പോയെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഷോക്കായിപ്പോയി. അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒന്നും അറിയില്ല. എങ്കിലും ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. പിന്നീട് ഞങ്ങൾ സൗത്ത് ആംപ്ടൺ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, ഇന്ന് നിനക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു സർജറി എന്നൊക്കെ പറയുമ്പോൾ, എസ്പെഷ്യലി സ്പൈനൽ കോഡിന് ഒരു സർജറി എന്ന് പറയുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ഒരു സർജറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ടൈം അവർ സ്കെഡ്യൂൾ ചെയ്യും. അപ്പോൾ നമുക്ക് അത്രയും നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്യാനൊരു ടൈമുണ്ട്. അറ്റ് ആ മൊമെൻറ്റിലാണ് അവരെന്നോട് പറയുന്നത്, നിനക്ക് സർജറി വേണമെന്ന്, അല്ലാതെ ഇങ്ങനെ ഒന്നും നടക്കത്തില്ല. കാരണം എൻ്റെ വിരലുകളുടെ പോലും ശേഷി നഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ വിരലുകൾ പോലും എനിക്ക് ചലിക്കാൻ കഴിയാത്ത വിധം ഞാൻ പാരലൈസ് പോലെ ആയിരുന്നു. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഓക്കെ ഡോക്ടർ, എനിക്ക് സർജറി ചെയ്താൽ എൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഒരിക്കലും അത് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അതോട് കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി തകർന്നു പോയി. പക്ഷെ അത് കേട്ട മുതൽ എനിക്കറിയില്ല, എനിക്ക് എവിടുന്നോ ഒരു ബലം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകി. ഞാൻ വളരെ ധൈര്യപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ മുഴുവൻ ആ കിടക്കിൽ കിടന്നും ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അവരെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ബലം നൽകി. എൻ്റെ സർജറി വളരെ നന്നായി കഴിഞ്ഞു. എൻ്റെ സർജറി കഴിഞ്ഞ് സൂൺ ആഫ്റ്റർ ഞാൻ ബോധം വരുമ്പോൾ എന്നോട് നേഴ്സ് പറഞ്ഞു, നിൻ്റെ വിരലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ വിരലുകളൊക്കെ എനിക്ക് അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എങ്കിലും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. എന്നെ സർജറി ചെയ്ത ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ടേബിളിൽ കിടത്തിയപ്പോഴും ഞാൻ അറിയാൻ കഴിഞ്ഞത് ഡോക്ടറിന് എൻ്റെ ഒന്നാമത് എൻ്റെ ഏജ്, പിന്നെ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ട് ആകെ 1 മന്ത് മാത്രമേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞിനെ വിട്ടിട്ടാണ് ഞാൻ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നത്. എന്നിട്ടും അപ്പോഴും ആ ഡോക്ടർക്ക് സർജറി സക്സസ്ഫുൾ ആവുമോ, എന്തായിത്തീരുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഒരു ടെൻഷനും ഫിയറും ഉണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം ഉപരിയായി എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ വൻ കാര്യത്തെ ചെയ്തു. ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ കഴിയും, നിങ്ങളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ഭാരത്തോട് പ്രയാസത്തോടെ നിങ്ങളുടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് നിലവിളിച്ചാൽ നിങ്ങളുടെ കണ്ണുനീരിനെ മറികടന്നവൻ പോകുന്നതല്ല. പക്ഷേ ഞാൻ നാട്ടിൽ അന്ന് കടന്നു പോയിരുന്നെങ്കിൽ അന്ന് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ വീൽചെയറിലായി പോയേനെ. കാരണം എൻ്റെ കാലുകൾ പാരലൈസ് ആയി പോയേനെ. ദേവദാസൻ അന്ന് കടന്നു വന്ന് എന്നോട് പറഞ്ഞു, ജിൻസി നീ നാട്ടിൽ